പ്രിയപ്പെട്ടവരെ, എന്താണ് സന്തോഷം? ഈ ലോകം നൽകുന്ന സന്തോഷത്തിന് വേണ്ടിയല്ലേ ഈ ഭൂമിയിൽ എല്ലാവരും പരക്കം പായുന്നത്? സന്തോഷവും സമാധാനത്തിലും ജീവിക്കാൻ ഓരോ മനുഷ്യ വ്യക്തിക്കും ആഗ്രഹമില്ലേ? എന്നാൽ ഈ ലോകം നൽകുന്ന നശ്വരമായ സന്തോഷത്തിന് വേണ്ടിയല്ലേ എല്ലാവരും പരക്കം പായുന്നത്? ദൈവം നൽകുന്ന അനശ്വരമായ സന്തോഷത്തിലേക്കാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അമ്മമാരെ ഇഷ്ടമല്ലേ? നമ്മുടെ അമ്മയായ പരിശുദ്ധ അമ്മയെ പറ്റി നമുക്കൊന്ന് ചിന്തിച്ചാലോ? അവൾ നമ്മുടെ സന്തോഷത്തിന്റെ കാരണമാണ്. ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആ വാർത്ത മറ്റൊന്നുമായിരുന്നില്ല, നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഈ വാർത്ത അത്ര സന്തോഷമൊന്നുമായിരുന്നില്ല. എങ്കിലും ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞ് പരിശുദ്ധ അമ്മ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ ആഡംബരങ്ങളിലും ആഘോഷങ്ങളിലും സന്തോഷം കണ്ടെത്താനായി പരക്കം പായുകയാണ്. എന്നാൽ അതൊന്നുമല്ല യഥാർത്ഥ സന്തോഷമെന്ന് തിരിച്ചറിയാൻ ഈ ലോക ജനതയ്ക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മയോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മെ ആശ്വസിപ്പിക്കുന്നു, നമ്മെ ചേർത്ത് പിടിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും അമ്മ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായെങ്കിലും അവയെല്ലാം സന്തോഷത്തോടെ തരണം ചെയ്യുവാൻ, ദൈവഹിതത്തിന് ആമേൻ പറയുവാൻ അമ്മയ്ക്ക് സാധിച്ചു. നമ്മുടെ അനുദിന ജീവിതാനുഭവങ്ങളിൽ കടന്നുവരുന്ന ഓരോ പ്രതിസന്ധികളിലും ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവയോട് ആമേൻ പറയുവാൻ നമുക്ക് സാധിക്കണം. കാനായിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മ അവരുടെ കുറവുകൾ നികത്തിയതുപോലെ നമ്മുടെ ഓരോ കുറവുകളിലും അമ്മ നമ്മുടെ ഒപ്പമുണ്ട്. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ കുറവുകളെല്ലാം നിറവുകളാക്കുവാൻ അമ്മ നമ്മെ സഹായിക്കും. നമ്മുടെ സന്തോഷത്തിന്റെ കാരണവും ഇത് തന്നെയായിരിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഓരോ നിമിഷവും ജീവിക്കുവാൻ, അമ്മയോടുള്ള പ്രാർത്ഥനയിലും അമ്മയുടെ സാന്നിധ്യത്തിലും നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഓരോ അനുഭവങ്ങളിലും ഈശോയോട് ചേർന്ന് നിൽക്കുവാനും ഈശോയെ ചേർത്ത് പിടിക്കുവാനും, നാം കണ്ടുമുട്ടുന്ന അനുഭവങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും ഈശോയെ സ്വന്തമാക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുവാനും എല്ലാവരുടെ കുറവുകളും സങ്കടങ്ങളും കേൾക്കുവാനും നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സന്തോഷം ഞങ്ങൾക്കും നൽകണമേ. ഈ സന്തോഷത്തിൽ എന്നും നിലനിൽക്കുവാൻ, ഈ ലോകത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സന്തോഷത്തിന്റെ കാരണമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.